ഹലോ, നമസ്കാരം. രേണുസുതിയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. കാരണം പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ഇട്ടേക്കുന്ന ഒരു വീഡിയോ വയ്യാതൊക്കെയും ഹീമൊക്കെ ചെയ്ത് മുടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് മുടിയൊക്കെ ഒരുമാതിരി പറ്റ വെട്ടി ചെയ്തേക്കുന്നൊരു വീഡിയോ. ഇതൊന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഒരു കാലത്ത് അവരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ടൈം ഫുള്ള് അവർ ഒരു സൈഡിൽ പിന്നെ കുറേ യൂട്യൂബേഴ്സുമാരും മറ്റുള്ള സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാർ കംപ്ലീറ്റ് അവരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. അന്നേരം അവർ അത്രയും പേരുടെ മുന്നിലും ഫൈറ്റ് ചെയ്ത് എന്താ പറയുക, ഒരു വല്ലാത്തൊരു രീതിയായിപ്പോയി. ഇത്രയും പ്രശ്നത്തിൻ്റെ ഇടയിലും അവർ ഫൈറ്റ് ചെയ്യുകയാണ് അവരുമായിട്ട്. എന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് അവർ കിട്ടുന്ന ആൽബത്തിലായാലും ഗൾഫിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, എന്തൊക്കെ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. എന്നിട്ട് തെളിവ് സഹിതം ഇതാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും അവരെ തളർത്താൻ പറ്റിയിട്ടില്ല. ഇവർക്ക് കിട്ടുന്ന ചെറിയ വർക്കുകൾ അവർ ചെയ്തു, അവർ പൈസ ഉണ്ടാക്കി, അവരത് സ്വരൂപിച്ച് വെച്ചു. എന്നിട്ട് അവർ അസുഖത്തിന് വേണ്ടിയിട്ട് അവർ ആ പൈസ ചിലവാക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ വന്ന കാലത്ത് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുൻപിൽ പോയി കൈ നീട്ടുകയാണ് ചെയ്യാറ്. ഇവരങ്ങനെ ചെയ്തില്ല. അതിനാണ് എനിക്ക് ഇവരോട് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഇതിനകത്ത് തന്നെ യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വയ്യ, ഇവർക്ക് വയ്യ, കുറേ യൂട്യൂബർമാരെ അങ്ങോട്ടിറങ്ങും. ഇന്നാക്ക് വയ്യ, ഇന്നാക്ക് ക്യാൻസറാണ്, അല്ലെങ്കിൽ വേറെ അസുഖമാണ്, അവർക്ക് പൈസ ഇല്ല, നിവൃത്തിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അതുപോലെ ചെയ്താൽ പോരായിരുന്നു. നല്ലൊരു എന്താ പറയുക, സുധി എന്ന് പറയുന്ന സുധിച്ചേട്ടൻ്റെ ഒരു ഇത് വെച്ചിട്ട് എല്ലാവരും ഇവരെ സഹായിക്കത്തേ ഉള്ളായിരുന്നു. പക്ഷെ ഇവരെ ചെയ്തില്ല. ഇവരാ അസുഖം വെച്ചുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വർക്കുകൾ ഇവർക്ക് കിട്ടുകയും ചെയ്തു. ഇവരതുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കുകയും ചെയ്തു. അവർ ആ പൈസ വെച്ചിട്ട് അവർ ചികിത്സിക്കുന്നു. അതിന് വരെ കുറേ അവളുമാരും ഇറങ്ങിയിട്ടുണ്ട്. ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി ആദരാഞ്ജലികൾ വരെ ഇവർ യൂട്യൂബിനകത്തിട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിനകത്തിട്ടിട്ടുണ്ട് പോസ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ചു, എന്തുമാത്രം വൃത്തികെട്ട മനുഷ്യന്മാരാണെന്ന്. ഇത്രയും അസുഖം വെച്ചിട്ട് ഇത്രയും രീതിയിൽ നിൽക്കുന്ന ഒരാളെ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ദ്രോഹിക്കുന്നത്? ഇങ്ങനെ ദ്രോഹിക്കേണ്ട കാര്യം എന്താ? അടുത്തത് കുറച്ച് ഇതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഇവര് ഫേക്കാണ്, കുറെ കള്ളത്തരം. ആയിക്കോട്ടെ, ഒരു അസുഖമുണ്ട്, ഈ അസുഖത്തിന് ചികിത്സിക്കാനെ കൊണ്ടൊന്നും ചില്ലറ പൈസയൊന്നും പോരാ, നല്ല രീതിയിലുള്ള പൈസ വേണം. ഈ അസുഖത്തിനെ ചികിത്സിക്കാനെ കൊണ്ട് നല്ല രീതിയിലുള്ള പൈസ വേണം. ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവര് ചിലപ്പം ഇച്ചിരി കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് ക്ഷമിക്കേണ്ട കാര്യമേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം അതാണ്, ഈ അസുഖത്തിന്റെ സ്വഭാവം അതാണ്. ഇവിടെ സാധാരണക്കാരൻ ഇപ്പം ഒരാൾക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അവർ കിടപ്പാടം വരെ വിൽക്കത്തില്ല. കിടപ്പാടം വരെ വിറ്റിട്ടായിരിക്കും ഇതിൽ ചികിത്സിക്കുന്നത്. വാടക വീട്ടിൽ പോകും. സ്വന്തമായിട്ട് വീടുള്ളവർ തന്നെ ഇപ്പം എനിക്കൊക്കെ ഈ അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുടുംബം വിൽക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. കുടുംബം വിറ്റാലും കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 സെന്റ് സ്ഥലം ഒരു വീടേ ഉള്ളൂ. ഇതൊക്കെ വിറ്റിട്ട് എനിക്ക് ദിവസം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വിറ്റിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്തുമായിരിക്കും? എൻ്റെ അച്ഛനും അമ്മ എവിടെ പോയി കിടക്കും? എൻ്റെ ഫാമിലി എങ്ങനെ സേഫ് ആക്കും ഞാൻ? എനിക്ക് ബാധ്യതകളുണ്ട്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള നിവൃത്തിയില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ അവർക്ക് കിട്ടുന്നതാണ് അവസരം. അവർക്ക് എന്ത് കിട്ടിയാലും അവർക്ക് അതൊരു അവസരമാണ്. അതാണ് അവർ യൂസ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെയും ചെയ്തത്. അപ്പോൾ അതിന് പൈസ വേണം. പൈസയ്ക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. എന്നിട്ടും ഹേറ്റേഴ്സ് കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ അത് പെയ്ഡായിട്ടുള്ള ഇത് ചെയ്യാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എന്തുമാത്രം രീതിയിൽ ഇവർ ദ്രോഹിച്ച് പെയ്ഡായിട്ട് തുടങ്ങി. അതിനകത്തും കിട്ടുന്ന കുറച്ച് പൈസ വെച്ചിട്ട് അതും സ്വരൂപിച്ച് വെച്ച് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ഇതിന് തുടങ്ങിയത്. കഷ്ടം തോന്നൂടാ, ഇപ്പൊ കഷ്ടം തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കഷ്ടം തോന്നുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കഷ്ടം തോന്നുന്നു. ആദ്യത്തെ ചെറുക്കൻ വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതും പറയേണ്ട കാര്യം ഇല്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഞാൻ വിയോജിക്കുന്നു. കാരണം അവരെ കൂടെ ഇതിനകത്ത് ഇനിയും കൂടെ വലിച്ചഴക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ അവനും ഒന്ന് നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്താലും എന്തൊക്കെ ചെയ്താലും രണ്ടാനമ്മയാണെന്നുള്ള എല്ലാവരുടെയും സ്വന്തം അമ്മ പോലെയാണ് കാണേണ്ടതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഞാൻ പഠിച്ചിട്ടുള്ള അങ്ങനെയൊക്കെ തന്നെ. അവനും വന്ന് കാണേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതില്ല. ഇപ്പം ഇത്രയും നാളും സോഷ്യൽ മീഡിയ വഴി മറ്റുള്ള കാര്യങ്ങൾ വഴി ഇവരെ തെറി വിളിച്ച്, ഇവരെ ചീത്ത വിളിച്ച്, ഇവരെ വെച്ച് റീച്ച് ഉണ്ടാക്കി
അവരും കുറച്ച് യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം സത്യമെന്നൊക്കെ നമുക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഇവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുമ്പോഴും അതിനെയും വെച്ച് റീച്ച് ആക്കാനെ കൊണ്ട് കുറേ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. കള്ളത്തരാ പറയുന്നത്. എന്നിട്ടും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബ്ലോഗിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അവരുടെ അടുത്ത് ഒരു ഇത് തോന്നി. കാരണം അവനും പോയി ഒന്ന് കാണണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇത്രയും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അവരെ വെച്ച് വീഡിയോ ചെയ്തത് പുള്ളിയാണ്. പോയി കാണണമായിരുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഇങ്ങനെ ഒരു അസുഖം വന്നാൽ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഈ അസുഖം വരരുത്, ഒരാൾക്കും ഈ അസുഖം വരരുതെന്ന് ശത്രുക്കൾ പോലും വരരുതെന്ന് പ്രാർത്ഥിക്കുന്നവരാ. സോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുള്ളിയും പോയി ഒന്ന് കാണണമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അത് ബ്ലോഗിൻ്റെ വീഡിയോ മിക്കവാറും കാണാറുണ്ട്, എല്ലാ വീഡിയോയും കാണാറുണ്ട്. സോ അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ നല്ല ആരോഗ്യമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ ഇപ്പോൾ നമുക്ക് പറ്റത്തുള്ളൂ. കാരണം ഞാനും ഇതുപോലെ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഞാനിവിടെ ആടിനെ നോക്കുക. ആടിനെ നോക്കുന്ന ജോലിയാണ് എനിക്ക്. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താ പറയുക, ഇതുപോലൊക്കെയുള്ള കാണുമ്പോൾ നമുക്ക് നല്ലോണം വിഷമം വരും. കാരണം ഇങ്ങനെയുള്ള അസുഖങ്ങളെ എനിക്കറിയാവുന്ന എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള 1-2 പേർക്ക് ഈ അസുഖമുണ്ട്. അവരനുഭവിക്കുന്ന വേദനയും അവരനുഭവിക്കുന്ന കാര്യങ്ങൾ അവരുടെ വീട്ടുകാരനുഭവിക്കുന്ന, അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെയും ചത്താ മതി എന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് പാടാണ്, ദാരിദ്ര്യമാണ്. പിന്നെ ആ വീട്ടിൽ ദാരിദ്ര്യമാണ്, ഒന്നും കാണത്തില്ല. എപ്പോഴും ഹോസ്പിറ്റല്, എപ്പോഴും വയ്യ, എപ്പോഴും ഹോസ്പിറ്റൽ, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, എല്ലാം പോകും. ഇതിനൊക്കെ പൈസ വേണ്ടേ? അതിനു വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാടിലും എല്ലാത്തിനും ക്രിമിനേഡിയായിരുന്നു. അവർ വെച്ചോണ്ട് ശരിക്കും റീച്ച് ഉണ്ടാക്കി, ശരിക്കും കാശുണ്ടാക്കി എല്ലാവരും. എനിക്ക് എൻ്റെ മാത്രമായിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ട് ഞാൻ പറയുന്നു. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.